ഈ രാമലീല ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ നിന്ന് കരഞ്ഞോ? അത് കരഞ്ഞു. എന്തായിരുന്നു ആ ഫീല്? അത് കാരണം രാമലീല ഭയങ്കര എനിക്ക് പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം രാമലീല നടന്ന് ഷൂട്ടിംഗ് എല്ലാം, കാരണം ആ ടൈമിലാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണതും കുറേ കാര്യങ്ങളുണ്ടാവണം. അത് ഈ പറയുന്ന പോലെ ചേട്ടൻ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴും ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു. അപ്പോഴും ആ സമയത്തൊക്കെ അങ്ങനെ ആൾക്കാർക്ക് അലൗഡ് ആയിരുന്നോ? അലോഡായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ അലോഡ് കൊടുത്തിട്ടുണ്ടായുള്ളൂ. അങ്ങനെ എല്ലാവർക്കും, കാരണം റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കയറാമെന്ന് അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു റൂം, ഇവിടെ ഒരു കോൺസ്റ്റബിൾ, ചുറ്റും 2-3 ക്യാമറാസ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങളൊരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും വെള്ളമുണ്ട്. എനിക്ക് വെച്ചാൽ ഞാനിത് ആയതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഈ ഡ്രസ്സിൻ്റെ കാര്യം ഓർമ്മ വരിക. അപ്പം എന്നോട് വന്നിട്ട് ഫസ്റ്റ് ചോദിച്ചു, എന്താടാ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ അല്ലേന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കേട്ടാ കുഴപ്പമൊന്നുമില്ല, നീ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു. കാരണം അവിടെ ലൈഫ് എന്താവുമെന്ന് പോലും അറിയില്ല. ആ സിറ്റുവേഷനിൽ എന്നോട് ഇത് പറയണേ, നീ ഓക്കെ ആണോടാ? എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം അവിടെ ഒരു ലൈഫ് എന്താവും അറിയാത്ത സിറ്റുവേഷനിൽ നീ ഓക്കെ ആണോ എന്നാണ് ചോദിച്ചേ. അതെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. വെങ്കി അടുത്തെറിഞ്ഞ മനസ്സറിഞ്ഞ ദിലീപേട്ടൻ എന്താണ്? അയ്യോ ശുദ്ധനവറോ. എനിക്ക് ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥലം എനിക്കൊരു ബോസൊന്നോ അങ്ങനെ ഒന്നല്ല. എനിക്ക് ഞാൻ ഒറ്റ മോനാ. എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോഴും ചില ആളുകൾ ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട്, ദിലീപേട്ടൻ തെറ്റുകാരനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വെങ്കിക്ക് തോന്നേ? ഒരിക്കലും ചെയ്യില്ല. ദിലീപേട്ടനൊന്നും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല ഏട്ടൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഇത്രയും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ പറയണ പോലെ ഞാൻ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുക. അതെ. അപ്പം ഈ പറയണ പോലെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ചേട്ടൻ ചെയ്യുന്നത്. ഇപ്പം അജിനെ ഇപ്പം ഈ പറയണ പോലെ ഇത്ര വർഷം അറിയുന്നതും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാൾക്കാണ് അജിൻ്റെ മൈൻഡ് എങ്ങോട്ടാ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത് ഇത് മനസ്സിലാവുള്ളൂ. അതെ, ഞാൻ എന്താന്നുള്ള സ്വഭാവം വരെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇത്ര നാളും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അങ്ങനെയൊന്നും ചെയ്യില്ല. എത്ര വർഷക്കാലമായി നിൽക്കുന്നുവെങ്കിൽ? ഇപ്പോൾ ഈ സെപ്റ്റംബർ വരുമ്പോഴത്തേക്കും 10 year ആവും. ഈ ചെയ്ത സഹായങ്ങളാണെങ്കിൽ 10 പേരെ കാണിച്ച് ചെയ്യാൻ ദിലീപേട്ടന് താല്പര്യമില്ലല്ലേ? വളരെ കുറവാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി നമ്മുടെ ഈ പ്രശ്നങ്ങൾ കാരണം അന്നൊക്കെ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം ട്രസ്റ്റിൻ്റെ സമയത്ത് ആ സമയത്ത് വീട് വെച്ച് കൊടുക്കുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രശ്നങ്ങൾ കാരണം കുറേയൊക്കെ സ്റ്റോപ്പായി പോയതൊക്കെ. ഈ ഒരു കേസ് വന്ന സമയത്ത് വെങ്കിയുടെ കൂട്ടുകാരോ സൗഹൃദങ്ങൾ എപ്പോഴെങ്കിലും വെങ്കിയോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടോ, എടാ ഇനി നീ ആ ആളുടെ പുറകെ പോകണ്ട, നീ വേറെ കാര്യത്തിൽ പോയി രക്ഷപ്പെടും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അത് കൂട്ടുകാർ മാത്രമല്ല, പറയാൻ സമയമായി വെങ്കി, നീ ഒരു സെലിബ്രേറ്റ് ചെയ്യാ. അങ്ങനെയല്ല, അതായത് അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരുപാട് പേർക്ക് വിഷമോ ആവണം. അന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് ഇത് കേൾക്കണം. അല്ല, ഞാനത് ആക്ച്വലി ഞാൻ റിവെഞ്ച് എന്നല്ല, പക്ഷെ ഞാൻ അതിനകത്ത് ഒരു കാര്യം ചെയ്തു പോയി. പക്ഷെ അത് ശരിയാണോ തെറ്റോ എനിക്ക് അറിയില്ല. അന്ന് അതായത് ജയിലിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും, എന്തായി പോയല്ല, ജോലിയൊക്കെ പോയല്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഇനി എന്ത് ചെയ്യൂടാ, പരിപാടിയൊന്നുമില്ല, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊക്കെ റിലീസ് ചെയ്ത് വന്നപ്പോൾ അതിൽ എല്ലാവരും അല്ല, ഒരു 1-2 പേരൊക്കെ എൻ്റെ അടുത്തുണ്ട്, എടാ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റൂല എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുള്ളൂല്ലോടാ പൊന്നെ. അത് തെറ്റാണെന്ന് എനിക്കല്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തോ, കാരണം അങ്ങനെ പറഞ്ഞു പോയി ഞാൻ. മാധ്യമങ്ങളാണെങ്കിലും കൂടുതൽ സൗഹൃദങ്ങളാണെങ്കിലും അവർ തെറ്റുകാരൻ പറഞ്ഞാൽ പോലും എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിലൂടെ അലയടിച്ച് പോയിട്ടുണ്ടോ? ചെയ്ത് കാണുമായിരിക്കുമോ? ഇപ്പോഴും വെങ്കി പറയുന്നു ദിലീപേട്ട ചെയ്തിട്ടില്ല. ഇല്ല. ആ ഒരു അതാ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു
ബോണ്ട് എങ്ങനെയാ വന്നത്? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. കാരണം എല്ലാ സ്ഥലത്തും, കാരണം ഇപ്പം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ ഞാൻ സ്പെൻഡ് ചെയ്യണേക്കാളും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യണതും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ. അപ്പോൾ സ്വാഭാവികം നമുക്കറിയാലോ എന്താണെന്നും ഏതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാനൊരു നെഗറ്റീവ് പരിപാടി ചെയ്യുന്നുണ്ട്, ഈസിലി എൻ്റെ കൂടുതലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതെ. എന്ന് പറയണ പോലെ തന്നെയാണ്. ഒരിക്കലും പുള്ളി ചെയ്യില്ല, അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്.